പണ്ടൊന്നും നമ്മളിത് കേട്ടിട്ടില്ലല്ലോ. ഇപ്പോൾ ഒരു ഡിപ്രഷൻ നമ്മൾ കേട്ടിട്ടില്ലല്ലോ. അപ്പോൾ ഇപ്പം അത് കൂടുതൽ കൂടുതൽ ആൾക്കാർക്ക് മനസ്സിലായി തുടങ്ങുന്ന, അവർ സ്വയം കൺക്ലൂഷനിലേക്ക് എത്തുന്നു, എനിക്ക് പ്രശ്നമുണ്ടെന്നുള്ളത്. കണ്ണ് നിറയുമ്പോൾ ഡിപ്രഷനാന്ന് പറയുന്നു. പ്രശ്നങ്ങളും കൂടുന്നുണ്ട്, സ്ട്രെസ് കൂടാൻ എല്ലാം. അപ്പോൾ അതിനനുസരിച്ചിട്ട് ആ വിഷയം വളരേണ്ടതുണ്ട് എന്നുള്ളതല്ലേ. അത് മാത്രമല്ല, ഒരു ഒറ്റപ്പെടലുകളും കുറേ കൂടെയൊക്കെ എക്സ്റ്റെൻഡഡ് ഫാമിലിയിൽ നിന്നും അതാണ് നമ്മൾ പറഞ്ഞിട്ട് തുടങ്ങിയത്. അത് അതൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. എന്താ ചെയ്യാൻ പറ്റും അതിന്? നിങ്ങളുടെ സർക്കിള്, അതെ, നിങ്ങളുടെ സർക്കിള് നന്നാക്കുക, അല്ലേ? മെച്ചപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുക, റൈറ്റ് ആയിട്ടുള്ള ആളുകളെ കുറച്ച് പേരെ കൂടെ നിർത്തുക എന്നുള്ളതാണ്. വിശ്വസിക്കാൻ പറ്റാത്ത ഏരിയ എന്നൊക്കെയാണ് ഈ ആൾക്കാർക്ക് ഡിപ്രഷനുള്ള റീസൺസ് കിട്ടുന്നുണ്ട് എന്നുള്ളത്. നിങ്ങളുടെ ശ്രദ്ധിച്ചോ ഈ വ്ളോഗേഴ്സിൻ്റെ ഒരു പാരഡോക്സ് ശ്രദ്ധിച്ചോ? നിങ്ങൾ പിന്നെ ടോട്ടലി അഡിക്റ്റഡ് ആണ് എന്നുള്ളത്. അതായത് എല്ലാം ഷെയറിലേക്കൊക്കെ നോക്കി എണ്ണ എടുക്കുന്ന ഇത് അഡിക്ഷൻ ആണല്ലോ. ഭയങ്കര അഡിക്റ്റീവ് ആയിട്ടുള്ള ഒരു ഗെയിമാണ്. അപ്പം ഇതിൽ നിങ്ങൾ ഹൈലി ആൻറ്റിസിപ്പേറ്റ് ചെയ്തൊരു സാധനം നിങ്ങൾ ഇടുന്നു, അതെന്തോ കാരണം കൊണ്ട്, പല കാരണം കൊണ്ട് അതിനൊരു റീച്ച് ഇല്ല എന്ന് പറഞ്ഞാൽ അത് മതി 2 ദിവസം പോകാൻ. 2 ദിവസം ടോട്ടലി ഡൗൺ ആണ്, ഇത് വർക്കായില്ല. ഇനി ഞാൻ എന്ത് ചെയ്യും? ഇത് അതിന്റെ ചാർട്ട് നോക്കി അനലൈസ് ചെയ്ത് സൂപ്പർ ഡേഞ്ചറസ്. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് അങ്ങനത്തെ ഒരു പഠനത്തിന്റെ ഭാഗമായിട്ട് ഒരു പ്ലോട്ട് ഉണ്ടാക്കാൻ ഞാനൊരു പഠനത്തിന്റെ ഭാഗമായിട്ട് ഒരു 5-6 കേസ് ഇങ്ങനെ നോക്കി. അതിഭീകരാണ്. അപ്പോഴാണ് കറക്റ്റാണ് ആ സമയത്ത് അവരെ ചിഞ്ചറാണിമാരൊക്കെ ഉണ്ടാകുന്നത്. ഒരു ഭയങ്കര ഹൈ ആണ്, ഒരു നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു സംഗതി. പക്ഷേ സ്പ്ലിറ്റ് മണിക്കൂറുകളുകൊണ്ട് ആ പോലെ ഹൈ തരാനും ആ പോലെ ലോ തരാനും അത് ഡ്രഗ്സ് കൊണ്ടൊക്കെ പറ്റുന്ന കാര്യമാണ്. ദാറ്റ്സ് വൈ ഇറ്റ്സ് ഡേഞ്ചറസ്. മറ്റത് നമ്മളിപ്പോൾ എന്താണ്, നമ്മളൊരു ബ്രേക്കപ്പായി അല്ലെങ്കിൽ അങ്ങനത്തെ എല്ലാം കാര്യം, അത് കുറച്ചും കൂടെ നേരത്തെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന, ആൻറ്റിസിപ്പേറ്റ് അതിനൊരു ടൈം നമുക്ക് കിട്ടും. ഇത് അങ്ങനെയല്ലെന്നേ, ദിവസത്തിൽ തന്നെ ഈ അപ്പ് ആൻഡ് ഡൗൺ ബാർ ഇങ്ങനെ നിൽക്കുക. അപ്പം അത് എനിക്ക് ഏറ്റവും, ഇപ്പം നമ്മുടെ മോള് വളർന്നു വരുന്നുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ചേട്ടനും ചേച്ചിമാരും നമ്മുടെ കൂട്ടുകാരുടെ ഒക്കെ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ എനിക്ക് പേടിയാവുന്നത്, ഇവര് നമ്മൾ കുറേ പ്രീച്ച് ചെയ്യാനും പറഞ്ഞു കൊടുക്കാനൊക്കെ നോക്കുന്നുണ്ട്, വേൾഡ് ഈസ് ഇങ്ങനെ ഒരു സ്ഥലമാണ്. പക്ഷേ ഈ സോഷ്യൽ മീഡിയ അത്രയും ഡേർട്ടി ആയിട്ടുള്ളൊരു സ്ഥലമാണ് എന്നുള്ളത് അതറിയുമ്പം ഭയങ്കരമായിട്ട് പേടിയാണ്. എനിക്കല്ലാത്ത ഒരു ഫിയറും അങ്ങനെ ഇല്ല. ഇപ്പം നമ്മൾ ഫ്യൂച്ചറിനെ പറ്റി ആലോചിക്കുമ്പോൾ ആൾക്കാർക്ക് ഉണ്ടാവാൻ പോകേണ്ട ഫിയർ ഇല്ല, അതൊന്നും എനിക്ക് എന്നെ ബാധിക്കലേ ഇല്ലെന്ന് തോന്നുന്നു. പക്ഷേ ഇതുണ്ടല്ലോ, ഈ ഒരു സ്പേസിലേക്ക് നമ്മളില്ലാത്തൊരു ദിവസം ഈ കുഞ്ഞുങ്ങളെയൊക്കെ വിട്ടുകൊടുത്തിട്ട് നമ്മൾ പോണ്ടേ? എങ്ങനെയൊക്കെയാ ആൾക്കാർ ചിന്തിക്കുന്നത്.